ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ കൊണ്ടുപോയത് ഇവരെടുത്താണ്, തിരിച്ചു വന്നത് ചെമ്പുപാളിയായിട്ടാണ്. അതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അപ്പോൾ അവരുടെ വക്കീല് ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പ്ലീഡർ ആവുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സ്മാർട്ട് ക്രിയേഷൻസ് എന്താ, സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി നിന്ന ഒരു സ്ഥാപനമാണ് ശബരിമല സ്വർണം. അപ്പം ഞങ്ങൾ പാടി, UDF-കാരൊക്കെ പാടി, സ്വന്തം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ ഞങ്ങൾ പാടി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഈ സ്വർണം കട്ട അല്ലെങ്കിൽ സ്വർണ്ണം ഉരുക്കാൻ വേണ്ടി നിന്നിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീല് എന്താ, അയാളുടെ പേര് പ്രദീപോ? എ വി പ്രദീപ് കുമാർ. അതിനെന്താ പ്രശ്നം എന്തല്ലോ? ഇത് എന്താ കുഴപ്പം? അയാളുടെ പ്രൊഫഷണൽ ചെയ്യുന്നത്. അയാൾ വക്കീലായിരിക്കുന്ന സമയത്ത് ഇത് എന്താ പറയുക, സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെ ഫയലുകളാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഈ പ്രദീപിന് അറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉറപ്പായിട്ടും ഈ പ്രദീപ് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ രമേശൻ ഇതിനോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ആയിട്ട് എന്തിനാണ് ഇറങ്ങുന്നത്? ജൻസികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഡ്രഗ്സാണ്, MDMA അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ ജൻസി മുഖ്യമന്ത്രി അതൊക്കെ ഒരു അനുകൂല നിലപാട് മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ സാധൂകരിക്കുന്ന കുറച്ച് വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീല് അഡ്വക്കേറ്റ് AB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറാക്കി നിയമിച്ചിരിക്കുക. ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ കൊണ്ടുപോയത് ഇവരെടുത്താണ്, തിരിച്ചു വന്നത് ചെമ്പുപാളിയായിട്ടാണ്. അതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അപ്പോൾ അവരുടെ വക്കീല് ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പ്ലീഡർ ആവുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? തോമസ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം നമ്മൾ എല്ലാ ദിവസവും സ്റ്റുഡിയോയ്ക്കകത്ത് AC ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ലോഞ്ചിൽ വന്നിരുന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതിന് കാരണം എന്താ? ഇപ്പോൾ വേർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വേർപ്പൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താണ്? കറണ്ടില്ല. ഇന്നലത്തെ എന്തായിരുന്നു അവസ്ഥ? 3 മണിക്കൂർ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തിലായിരുന്നു 2 മണിക്കൂർ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പവർ ഫെയിലിയറാണ്, നിങ്ങൾ മനസ്സിലാക്കണത്. ഇത് 20 ദിവസമല്ലേ ആയിട്ടുള്ള കയറിയിട്ട്, അതിന് മുമ്പ് തന്നെ നിങ്ങളിങ്ങനെ കുറ്റം പറയല്ലേ. സ്മാർട്ട് ക്രിയേഷൻസ് എന്താ, സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി നിന്ന ഒരു സ്ഥാപനമാണ് ശബരിമല സ്വർണം. അപ്പം ഞങ്ങൾ പാടി, UDF-കാരൊക്കെ പാടി, സ്വന്തം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ ഞങ്ങൾ പാടി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഈ സ്വർണ്ണം കട്ട അല്ലെങ്കിൽ സ്വർണ്ണം ഉരുക്കാൻ വേണ്ടി നിന്നിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീല് എന്താ, അയാളുടെ പേര് പ്രദീപോ? എ വി പ്രദീപ് കുമാർ. അതിനെന്താ പ്രശ്നം എന്തല്ലോ? ഇത് എന്താ കുഴപ്പം? അയാളുടെ പ്രൊഫഷണൽ ചെയ്യുന്നത്. അന്ന് അയാൾ സ്മാർട്ട് ക്രിയേഷന് വേണ്ടി വാദിച്ചു, ഇന്നിപ്പോൾ അയാൾ ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി പോകുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയല്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇവിടെ പോയി, എവിടെ, നമ്മളുടെ മംഗലാപുരം പോയി. അതിനകത്ത് എന്താ അസ്വാഭാവികതയുള്ളത്? അത് പുള്ളിയുടെ പേഴ്സണൽ കാര്യമല്ലേ? പുള്ളിയുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ്, 10-25 ലക്ഷം രൂപയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അതായത് വെറുതെ ചുമ്മാ കൊടുത്തു. അതിന് എന്താ പ്രശ്നം? എന്താ ഉള്ളത്? പുള്ളിയുടെ പേഴ്സണൽ ഡീലിങ്സ് അല്ലേ ഇലക്ഷന് തൊട്ട് അത്? ആര്യാടൻ മുഹമ്മദിന്റെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടി പോയതിന് എന്താ പ്രശ്നം? എന്താ ഉള്ളത്? നിങ്ങളിങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കരുത്. അത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം ഇത്രയും നല്ലൊരു ന്യൂജൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ചിരി മാത്രം കണ്ടാൽ പോരെ? എന്താ ചിരി! പിന്നെ വേറെ എന്ത് വേണം നമുക്ക്? ഇത്രയും നല്ലൊരു മുഖ്യൻ, അതോടൊപ്പം എന്താ പറഞ്ഞ എന്ത് കാര്യം പാലിക്കാത്തുള്ളത്? KSRTC-യിൽ എല്ലാവർക്കും ടൂർ പോകാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആദ്യ വടിയായിട്ട് ഓർഡിനറി തന്നു. പക്ഷെ ഓർഡിനറി എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കരുത്. അത് ഞാൻ ഒരു ന്യൂജൻ മുഖ്യമന്ത്രിയാണ്, അപ്പൊ അതിനോട് ചോദിക്കരുത്. തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രം. അപ്പം ഇത് ഉള്ളിടത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മലപ്പുറത്ത് എത്ര ഓർഡിനറി ഉണ്ടെന്ന് ചോദിക്കരുത്. കാസർഗോട്ടുകാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ അവരിങ്ങനെ എന്താ ഓർഡിനറി എന്തിനിടെ എന്ന് ചോദിക്കുന്ന അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. ആ തിരുവനന്തപുരം ആണല്ലോ എന്തിനിടെ നിൽക്കുന്നല്ലേ. നാളെ ഇപ്പൊ ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മുഖ്യമന്ത്രിയല്ലേ, കാണുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. മാധ്യമങ്ങൾക്കാണ് പ്രശ്നം. മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ. ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി വേറെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ആരോഗ്യ മേഖല,
സൂപ്പർ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചികിത്സാ പിഴവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അതില്ല. ഇടയ്ക്ക് വേർപ്പ് തുടയ്ക്കണം, അല്ലെങ്കിൽ അത് പിന്നെ പണിയാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇടയ്ക്ക് വേർപ്പ് തുടയ്ക്കണം. ചികിത്സാ പിഴവ് വല്ലതും ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഉണ്ടോ? വാർത്തയില്ല. ഇത് മരണം, അത് സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ അപ്പോൾ മരണങ്ങൾ ഉണ്ടാവും. അതിനെങ്ങനെ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല. ചവിട്ടിയ പാമ്പ് കടിക്കും. അത് ശരിയായിട്ടുള്ള രീതിയല്ല. അത് ചവിട്ടിയ പാമ്പ് കടിക്കും, ചവിട്ടിയ പാമ്പ് കടിക്കും. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ പുഴുവാണ്, അപ്പം നനഞ്ഞിരുന്നാൽ അവിടെ പുഴുവായിരിക്കും. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു മന്ത്രിസഭയെ വിമർശിക്കാൻ പറ്റുമോ? ഭരിക്കുന്നവരെ വിമർശിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അന്ന് എണ്ണം കെട്ടവനായിരുന്ന പിണറായി വിജയൻ ഇവിടെ ഭരിച്ചുകൊണ്ടാണ് നിപ്പയും കോവിഡും ഒക്കെ ഇവിടെ വന്നത് എന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രി പറഞ്ഞത്. അപ്പം ഇപ്പം ആരാണ് എന്ന് ചോദിക്കാൻ പാടില്ല. അല്ല, അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അല്ല, ഇപ്പം ആരാണെന്ന് ചോദിക്കാൻ പാടില്ല. അന്ന് പറഞ്ഞു. അല്ല, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് തോമസേ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഈ ശബരിമലയുടെ കാര്യമാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടതായിട്ടുള്ളത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായിരുന്നു ഈ പറഞ്ഞ പ്രദീപ്. ഒരു ഉളുപ്പമില്ലാതെ ഈ പ്രദീപ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആ കുപ്പായം ഇടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ഈ ശബരിമല നടന്നിട്ടുള്ള സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കാ പങ്കുള്ളത്? സോണിയാഗാന്ധിയെ പറയരുത്. ഒരു ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ ആ കയ്യെ കിട്ടുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ചരടാണോ അതോ മറ്റേ എന്താ പറയുക, ഇവിടെ ശബരിമല ഒരുക്കിയ സാധനമാണോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട് അതിനകത്ത്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു മന്ത്രിസഭയാണ്. ഇപ്പോൾ കെ മുരളീധരൻ എന്താ പറഞ്ഞത്? ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്. ക്യാബിനറ്റിൻ്റെ തലവനാരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഒരു നിയമനമാണ് ഈ പറഞ്ഞ പ്രദീപിൻ്റെത്. അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇത്ര വലിയൊരു വിഷയമാക്കേണ്ട എന്ത് കാര്യമിരിക്കുന്നു? 3 പേരെയാണ് നിയമിച്ചത്. അതിൽ ഒരാളുടെ മാത്രം വാർത്തയാവുന്നത് എങ്ങനെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളുടെ മാത്രം വാർത്തയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ വക്കീലായിരിക്കുന്ന സമയത്ത് ഇത് എന്താ പറയുക, സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെ ഫയലുകളാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഈ പ്രദീപിനറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉറപ്പായിട്ടും ഈ പ്രദീപ് വാങ്ങിച്ചു കൊടുക്കും. സ്മാർട്ട് ക്രിയേഷൻസിനെ ഉപദ്രവിക്കാൻ പറ്റും. കാരണം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ എല്ലാ രഹസ്യങ്ങളും ആർക്കറിയാം? പ്രദീപിനറിയാം. അതുകൊണ്ട് പ്രദീപ് ഇനി ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് അതൊക്കെ പ്രയോജനപ്പെടും. നമ്മൾ ആ ആംഗിളിൽ കാണുന്നേ, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് കാണല്ലേ. കാരണം ഇത്രയും നല്ല ചിരിക്കുന്ന, ഇത്രയും നല്ല മാന്യമായിട്ട് ആളുകളോട് സംസാരിക്കുന്ന, ഇപ്പം പറവൂരൊരു സ്വീകരണം കൊടുത്തു. പറവൂരൊരു സ്വീകരണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു? ഒരു അമ്മച്ചിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. തൊട്ടടുത്തൊരു ന്യൂ ജെൻസി ചെന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് മാറി നിൽക്കടാ എന്ന് പറയുന്നത് നമ്മൾ കേട്ടല്ലേ? അത് ക്ലിക്ക് ബൈറ്റ് അല്ലല്ലോ. അത് കേട്ടല്ലേ? അപ്പോൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ആയിട്ട് എന്തിനാണ് ഇറങ്ങുന്നത്? ജെൻസികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഡ്രഗ്സാണ്, MDMA, അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ ജെൻസി മുഖ്യമന്ത്രി അതൊക്കെ എന്നൊക്കെ ഒരു അനുകൂല നിലപാട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. കാരണം അന്ധവേദമാണ് കുന്തവേദം എന്ന് അറിയാൻ പാടില്ലെന്ന് നടക്കുന്നവരാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മാന്യമായിട്ട് പഠിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ കിടന്ന് കുത്തിമറിയുന്ന കുറേ ജെൻസി അപരാധങ്ങളുണ്ട്, അവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാനത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഈ കേരളത്തെ മൊത്തത്തിൽ തൂക്കി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നുകൂടി നമ്മൾ സംശയിച്ചാലും അതിൽ തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം, ഈ മുഖ്യമന്ത്രി നമ്മൾ കുറ്റം പറയരുത്. ചിരിക്കുന്ന മുഖ്യമന്ത്രി, മനോഹരമായിട്ട് സംസാരിക്കുന്ന മുഖ്യമന്ത്രി. ആലോചിച്ച് നോക്കൂ, കള്ളന് വേണ്ടി വാദിച്ച, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ച വക്കീലിനെ തന്നെ ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ധീരനായ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. 4.5 വർഷമായിരിക്കും ഹണിമൂൺ പീരീഡ്. ഏത് 4.25 വർഷവും ഹണിമൂൺ പീരീഡ് ആയിരിക്കും. അതിനുള്ളിൽ തന്നെ ഞാൻ പറയട്ടെ, ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ എടുക്കുക. KSRTCയിലെ സൗജന്യ യാത്ര, ഇനിയിപ്പോൾ 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് എല്ലാവർക്കും വരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് സംഭവം? 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്ക് ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ
നമുക്ക് വലിയ ആസ്റ്ററും ലക്ഷോറും മാതിരിയുള്ള ഹോസ്പിറ്റലുകളൊക്കെ പോയി കിടക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ പോയി കിടക്കുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ഏതൊക്കെയായാലും അതുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് സംരംഭം, ഇപ്പോൾ തോമസിലൊക്കെ ഇപ്പോൾ 30 വയസ്സിന് താഴെ പ്രായമായിട്ടുള്ളൂ, ഇപ്പോൾ 28 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് അൺസെക്യൂർഡ് ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ തരാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, വിദ്യാർത്ഥിനികൾക്ക് ഇത് കൂടുതലായിട്ട് എന്താ വേണ്ടത്, 1000 രൂപ കിട്ടും. അത് കൂടാതെ തന്നെ വേറെ എന്താ കിട്ടുന്നത്, സൗജന്യ ബസ് യാത്ര. ആലോചിച്ച് നോക്കിക്കേ. കാരണം ഫാസ്റ്റ് പാസഞ്ചറിലോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലോ അല്ലെങ്കിൽ സ്വിഫ്റ്റിലോ ഒക്കെ ചാടി കയറിയിട്ട് ഞങ്ങൾക്ക് സൗജന്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. നിങ്ങളൊരു കാര്യം കൂടെ നോക്കിക്കേ, BJPയും ഒക്കെ ആയിട്ട് യാതൊരുവിധ ബന്ധവും ഈ സർക്കാരിനുണ്ടോ? പ്രശ്നവുമില്ല. ഒരു ബന്ധം അല്ല. ഒരു ദിവസം മാത്രം മഹിളാ മോർച്ചക്കാർ ബസ്സിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. അന്ന് തന്നെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്, ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ സാർ എന്താ പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖർ വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹം നിയമത്ത് മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ശബരിനാഥൻ അവരുടെ സ്ഥാനാർത്ഥിയിലായിരുന്നോ കോൺഗ്രസിന്റെ? മറന്നു കാണും. അയ്യോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അത് സാരമില്ല, അവരുടെ സൗഹൃദം വെച്ചിട്ട് അവർ പറഞ്ഞിരിക്കും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോണ്ടല്ലോ നമ്മുടെ തന്നെ കിളി പോകുന്നു. നമ്മൾ ഈ ലോകത്താണോ അതോ വേറെ ഏതെങ്കിലും ഒരു ലോകത്താണോ ജീവിക്കുന്നത് തോന്നിപ്പോവുക. കാരണം ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലുള്ള മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EK നായനാർ 1987, അതിനുശേഷം ശ്രീ K കരുണാകരൻ, AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഈ 6 മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ. അവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്താലും അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം അതിനകത്ത് എന്താ ഒരു കുഴപ്പം കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന വക്കീൽ, ആ വക്കീലിനെ കൊണ്ടുവന്ന് ശബരിമലയിൽ വാദിപ്പിക്കുന്നതിലൂടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫയലുകളും കിട്ടുമല്ലേ, നമുക്ക് ശബരിമലയ്ക്ക് കിട്ടുമല്ലേ. ടാക്ടിക്കൽ മൂവായിരിക്കും. പിന്നെ ഇത് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവ് അല്ലേ. നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ പത്രക്കാരെല്ലാവരും കൂടെ കൂടി ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിൽ ഒരു അർത്ഥമില്ല കേട്ടോ. സ്വർണ്ണമായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒന്നും അങ്ങനെ വേട്ടയാടാൻ വേണ്ടി ഞങ്ങൾ വിട്ടുതരത്തില്ല. അതുകൂടാണ്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ മംഗലാപുരം വരെ പോയി. അവിടെ വെച്ച് ഞാൻ അദാനിയുടെ വൈസ് പ്രസിഡന്റിനെ കണ്ടു. അതെന്താ തെറ്റുള്ളത്? എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പം നാളെ ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എൻ്റെ അടിവേറിനൊരു കുത്തു വെച്ച് വന്നിട്ട് അതൊരു തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? അത് അയാളുടെ സ്വാതന്ത്ര്യം. അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ. അതുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല. ഈ മുഖ്യമന്ത്രി സൂപ്പറാണ്. ഈ മന്ത്രിസഭയെ തിരഞ്ഞെടുത്ത ഈ നാട്ടിലെ ജനങ്ങളും സൂപ്പറാണ്. ഇവിടെയൊക്കെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളാണ് തെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഈ മുഖ്യമന്ത്രി എല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണ് 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 എന്ന് പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഇത്ര വലിയൊരു മൂവല്ലേ ഇപ്പം നടത്തിയേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കിപ്പോൾ ഈ 10 മിനിറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 15 പ്രാവശ്യം മുഖം തുറക്കേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് നമുക്ക് നമ്മുടെ ലോഞ്ച് ഫ്ലോറിൽ വന്നിരുന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയെത്തി. കാരണം ഇവിടുന്ന് റോഡിൽ നിന്ന് വെള്ളം വെട്ടം കയറുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ കാര്യങ്ങൾ. ഇനി അതുകൂടാണ്ട് നമ്മളൊരു കാര്യം ആലോചിക്കണം. കാലിയായ ഖജനാവ്, പൂച്ച പെറ്റ് കിടന്ന ഖജനാവ്, അവിടെ നിന്ന് 5426 കോടി രൂപ കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇത്? പൂച്ച പെറ്റ് കിടന്ന ഖജനാവില് 5426 രൂപ ഉണ്ട് എന്ന് പറഞ്ഞ ധവളപത്രം ഇറക്കിയ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇത്? അത് കണ്ടെത്തിയ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് ഒരു അല്പം ബഹുമാനം കാണിച്ചുകൂടെ? ഒരു അല്പം, അധികം ഒന്നും കാണിക്കണം എന്ന് പറഞ്ഞത്, ഒരു സ്വല്പം ബഹുമാനം അത് കാണിച്ചുകൂടെ? അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സൂപ്പറാണ്, അതിസൂപ്പറാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൂഫാൻ പരിപാടിയൊക്കെ ആയിട്ട് രമേശ് ചെന്നിത്തല അധികം നാളെ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം രമേശിയൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ ശരിയല്ല. അതൊന്നും ന്യൂജൻസിക്ക് ഇഷ്ടമല്ല. ന്യൂജൻസിക്ക് ഇഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്താൽ മാത്രമേ അതിന് ഇന്നലെ പക്ഷേ രമേശിൻ്റെ ഒരു കാര്യം കാണിച്ചിട്ട് ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് ന്യൂജൻസിക്ക് ഇഷ്ടപ്പെടും. അത് തലയ്ക്ക് വെളിവുള്ള ന്യൂജൻസിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ.
അതല്ലാണ്ട് ഈ മറ്റേ ന്യൂജൻസി ഉണ്ടല്ലോ, അതായത് ഈ പുള്ളിയെ എടുത്ത് CMA എന്നാണ് നമ്മുടെ ഇത് മോഡിഫിക്കേഷനൊക്കെ റെഡിയാക്കുന്നത്, ഇപ്പം റെഡിയാവും എന്ന് മറ്റേ ചിരി ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുവന്ന കുറേ ന്യൂജൻസി പിള്ളേരുണ്ട്. അതൊക്കെ ഇവിടെ വൈറലാക്കി കുറേ ന്യൂജൻസി പിള്ളേരുണ്ട്. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഏതൊക്കെയാലും കുറച്ചുകൂടി പോട്ടെ. പക്ഷേ ഇതൊന്നും എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ശരിയായിരിക്കാം. നമ്മൾ ഉന്നയിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു ശബരിമല പോലെ ഉള്ള നമ്മുടെയൊക്കെ നമ്മൾ വളരെ വിശുദ്ധ സ്ഥലമായിട്ട് കാണുന്ന ഒരു പുണ്യഭൂമിയായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നും സ്വർണം അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് വാദിച്ചിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് ശബരിമലയിൽ തന്നെ വാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതോടൊപ്പം തന്നെ റസൂൽ പൂക്കട്ടി എന്ത് പെണ്ണ് പിടിക്കാൻ പോയവനായിക്കൊള്ളട്ടെ, അവൻ്റെ അടുത്ത് 3 കോടി രൂപ തരാതെ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ് ഹണി ട്രാപ്പ് ചെയ്ത ഒരു യുവതി ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ പോയിന്ന് ഈ മുഖ്യമന്ത്രി എനിക്ക് നീതി നടപ്പാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഓരോ ദിവസവും ഈ കറണ്ട് കട്ട്, ഈ പവർ ഫെയിലിയർ, ഇതിന് കാരണം എന്താണെന്ന് അറിയാം. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും പോസ്റ്റ് വീണതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഈ സർക്കാരിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ പിഴവുകൾ, നിപ്പ ഒരു രോഗിക്ക് സ്ഥിരീകരിച്ചിട്ട് ഉച്ചയ്ക്ക് സ്ഥിരീകരിച്ച കാര്യം കളക്ടർക്കറിയാം, പക്ഷേ വകുപ്പ് മന്ത്രിക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയൊക്കെ നമ്മുടെ ഈ നാടിനെ എവിടേക്ക് എത്തിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ നാട് പോവുക എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ സംസ്ഥാനം പോകാൻ വേണ്ടി പോകുന്നത്. കാരണം വിലക്കയറ്റം കൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗതികേടിൽ നിന്നും ഈ നാടിനെ മോചിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ മുഖ്യമന്ത്രിയിലുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ ഓരോ ദിവസം ചെല്ലുന്നതോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് നല്ലതാണ്, അതോടൊപ്പം തന്നെ ഈ നാടിനും നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കാര്യം പറയാം: ഈ മുഖ്യമന്ത്രി സൂപ്പർ, ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട.